സത്യമാണോ ഡോക്ടർ ആൻറ്റി? എൻ്റെ ഭർത്താവിന് കുഞ്ഞുങ്ങളുണ്ടാവാൻ സാധ്യതയില്ലേ? നേഹ അത് ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ക്ലിനിക്കിലെ AC മുറിയിലെ അപ്പോഴത്തെ നിശബ്ദതയ്ക്ക് മരണത്തിൻ്റെ തണുപ്പായിരുന്നു. മാലതി ആൻറ്റി തൻ്റെ മേശപ്പുറത്തിരുന്ന റിപ്പോർട്ടുകൾ ഒന്നുകൂടി സൂക്ഷ്മമായി പരിശോധിച്ചു. തൻ്റെ മുന്നിലിരിക്കുന്ന പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് പ്രയാസം തോന്നി. അവൾ വെറുമൊരു പേഷ്യൻ്റ് ആയിരുന്നില്ല, അവരുടെ പ്രിയപ്പെട്ട അനന്തരവൾ കൂടിയായിരുന്നു. വിവാഹം കഴിഞ്ഞ് 3 വർഷം പൂർത്തിയാകുമ്പോൾ ഒരു കുഞ്ഞെന്നത് നേഹയുടെ സ്വപ്നം മാത്രമായിരുന്നില്ല, അത് അവളുടെ നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമായിരുന്നു. പലയിടത്തു നിന്നും കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തലുകൾ കേട്ടപ്പോൾ എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞ് വേണം എന്നത് അവളുടെ തീവ്രമായ ആഗ്രഹമായി മാറി. മാലതി ആൻറ്റി കണ്ണട ഊരി മേശപ്പുറത്ത് വെച്ചു. നേഹ, ഞാൻ എങ്ങനെയാണ് നിന്നോടിത് പറയുക എന്നറിയില്ല. ആദിയുടെ 7 അനാലിസിസ് റിപ്പോർട്ട് അത്ര നല്ലതല്ല. മെഡിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ അസൂസ്പെർമിയ എന്ന അവസ്ഥയാണിത്. അതായത് അവൻ്റെ ബീജത്തിൽ ജീവനുള്ള അംശങ്ങളൊന്നുമില്ല. സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ ചികിത്സ ഫലിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. നേഹയുടെ ലോകം ഒരു നിമിഷം നിശ്ചലമായി. പുറത്ത് കാത്തിരിപ്പ് മുറിയിൽ ഫോണിൽ നോക്കിയിരിക്കുന്ന ആദിയുടെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. സ്നേഹനിധിയായ ഭർത്താവ്, പക്ഷേ അയാൾക്കൊരിക്കലും അച്ഛനാകാൻ കഴിയില്ല എന്ന സത്യം അവളെ തളർത്തി. ഒരു വഴിയില്ലേ ആൻറ്റി? IVF അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡ്വാൻസ്ഡ് ആയ രീതികൾ? നേഹ വിതുമ്പലോടെ ചോദിച്ചു. സാങ്കേതികമായ വഴികളുണ്ട് നേഹ, പക്ഷേ അത് ആദിയുടെ കുഞ്ഞായിരിക്കില്ല. നമുക്കൊരു സ്പേം ഡോണറെ കണ്ടെത്തേണ്ടി വരും. പുറത്തുനിന്നുള്ള ഒരാളുടെ സഹായം തേടുക എന്നത് ആദിയെ മാനസികമായി പൊരുത്തപ്പെടാൻ കഴിയുമോ എന്ന് നീ ആലോചിക്കണം. പലപ്പോഴും പുരുഷന്മാർക്ക് തങ്ങളുടെ പൗരുഷത്തിന് ഏറ്റ തിരിച്ചടിയായിട്ടാണ് ഇത്തരം വാർത്തകൾ അനുഭവപ്പെടാറുള്ളത്. മാലതി ആൻറ്റി അവളുടെ കൈകളിൽ തലോടി. വീട്ടിലേക്കുള്ള യാത്രയിലുടനീളം ആദി മൗനത്തിലായിരുന്നു. കാർ ഓടിക്കുമ്പോഴും അവൻ്റെ നോട്ടം ശൂന്യതയിലേക്കായിരുന്നു. വീട്ടിലെത്തിയ ഉടനെ നേഹ ബെഡ്റൂമിലേക്ക് ഓടിക്കയറി കതകടച്ചു. ആദി പതുക്കെ കതകിൽ തട്ടി. നേഹ, കതക് തുറക്ക്. ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്തിനെങ്ങനെ കരയുന്നത്? നേഹ കതക് തുറന്നു. അവളുടെ കണ്ണുകൾ നീര് വന്ന് വീർത്തിരിക്കുന്നു. നമുക്ക് കുഞ്ഞുണ്ടാവില്ലെന്ന് ആൻറ്റി പറഞ്ഞു ആദി. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആദി അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. സാരമില്ല നേഹ, നമ്മളുണ്ടല്ലോ. കുഞ്ഞുങ്ങളെങ്കിൽ നമുക്ക് ദത്തെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ജീവിക്കാം. നീ വിഷമിക്കരുത്. പക്ഷേ ദിവസങ്ങൾ കടന്നു പോകുന്തോറും ആദിക്ക് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അവൻ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വീട്ടിലെത്തിയാൽ അധികം സംസാരിക്കാറില്ല. രാത്രികളിൽ അവൻ തന്നിൽ നിന്ന് അകന്നു മാറുന്നത് നേഹ ഭീതിയോടെ നോക്കി നിന്നു. എൻ്റെ കുറവ് നിനക്കൊരു ഭാരമാകരുത് നേഹ. വേണമെങ്കിൽ നീ എന്നെ ഉപേക്ഷിച്ചോളൂ എന്നൊരിക്കൽ അവൻ പറഞ്ഞപ്പോൾ നേഹ ശരിക്കും തകർന്നുപോയി. ഈ ദാമ്പത്യം നിലനിൽക്കണമെങ്കിൽ ഒരു കുഞ്ഞ് അനിവാര്യമാണെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങി. അപ്പോഴാണ് ആദിയുടെ സുഹൃത്തായ വിനയ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. വിനയ് ആദിയുടെ കോളേജ് കാലം മുതലുള്ള സുഹൃത്താണ്. ബിസിനസ് കാര്യങ്ങൾക്കായി അവൻ പലപ്പോഴും അവരുടെ വീട്ടിൽ വരാറുണ്ട്. വിനയിനെ കാണാൻ ഒരു പരിധിവരെ ആദിയെപ്പോലെ തന്നെയുണ്ട്. സുന്ദരനും ആരോഗ്യവാനുമാണ് വിനയ്. ഒരു ശനിയാഴ്ച വൈകുന്നേരം ആദി ഓഫീസിലെ അത്യാവശ്യമായ മീറ്റിങ്ങിനായി പോയിരിക്കുകയായിരുന്നു. വിനയ് അപ്രതീക്ഷിതമായി വീട്ടിലെത്തി. നേഹയുടെ വാടിയ മുഖം കണ്ടപ്പോൾ തന്നെ വിനയ് എന്തോ പന്തികേട് തോന്നി. എന്തുപറ്റി നേഹ, നീ എന്താ ഇത്രയെ ആകെ വല്ലാതായിരിക്കുന്നത്? ആദ്യമായി വല്ല പ്രശ്നമുണ്ടോ? വിനയ് സോഫയിലിരുന്നു കൊണ്ട് ചോദിച്ചു. നേഹയ്ക്ക് അത് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അവൾ എല്ലാ കാര്യങ്ങളും വിനയിനോട് തുറന്നു പറഞ്ഞു. തൻ്റെ സങ്കടവും ഭർത്താവിൻ്റെ നിസ്സഹായതയും എല്ലാം. വിനയ്, എനിക്കൊരു കുഞ്ഞ് വേണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്. പക്ഷേ അത് ആദിയുടേതാണെന്ന് ലോകം വിശ്വസിക്കണം. വിനയിൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അവൻ പണ്ടേ നേഹയെ ആഗ്രഹിച്ചിരുന്നു. നിന്നെ സഹായിക്കാൻ എനിക്ക് മടിയില്ല നേഹ, പക്ഷേ ഇത് ആദ്യം അറിയരുത്. ഒരു സ്പേം ബാങ്കിൽ പോകുന്നതിനേക്കാൾ വിശ്വസിക്കാവുന്നത് എന്നെപ്പോലെ ഒരാളെ അല്ലേ. നിന്റെ കുഞ്ഞിന് എൻ്റെ ഗുണങ്ങളുണ്ടാവുന്നത് മോശമാകില്ലല്ലോ. ആദ്യമൊന്ന് മടിച്ചെങ്കിലും നേഹ സമ്മതിച്ചു. വിനയിൻ്റെ സഹായത്തോടെ താൻ ഗർഭിണിയായാൽ ആദി സന്തോഷിക്കുമെന്ന് അവൾ കരുതി. അങ്ങനെ ഒരു രാത്രിയിൽ ആദി സ്ഥലത്തില്ലാത്ത സമയം അവർക്കിടയിൽ ശാരീരിക ബന്ധം നടന്നു. നേഹയ്ക്ക് അതൊരു കടമ മാത്രമായിരുന്നു. പക്ഷേ വിനയിന് അതൊരു വേട്ടയാടലിൻ്റെ തുടക്കമായിരുന്നു. ഒരിക്കൽ തുടങ്ങിയ ആ ബന്ധം വിനയ് പിന്നീടൊരു ആയുധമാക്കി മാറ്റി. അവൻ അടിക്കടി നേഹയെ കാണാൻ വരാൻ തുടങ്ങി. നേഹ, നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും ചെയ്തതല്ലേ. എനിക്ക് നിന്നെ ഒന്ന് കാണണം. കുറച്ച് സമയം നിന്നോടൊപ്പം ചെലവഴിക്കണം. അവൻ്റെ സ്വരത്തിൽ
അധികാരസ്വരം കടന്നുകൂടി. 2 മാസങ്ങൾക്ക് ശേഷം നേഹ ഗർഭിണിയാണെന്ന് സ്ഥിരീകരിച്ചു. ആ വാർത്ത കേട്ടപ്പോൾ ആദി ശരിക്കും അമ്പരന്നു. ഇതെങ്ങനെ സംഭവിച്ചു നേഹ? ഡോക്ടർ പറഞ്ഞത് അസാധ്യമാണെന്നല്ലേ? ദൈവം നമുക്ക് നൽകിയ നിധിയാണ് ആദി ഇത്. റിപ്പോർട്ടുകളിൽ തെറ്റുപറ്റിയതാവാം. നേഹ കള്ളം പറഞ്ഞു. ആദി അത് വിശ്വസിച്ചു. അവൻ അവളെ പൊന്നുപോലെ നോക്കാൻ തുടങ്ങി. പക്ഷെ നേഹയുടെ ഉള്ളിൽ കനലെരിയുകയായിരുന്നു. വിനയ് തൻ്റെ സ്വഭാവം മാറ്റി. അവൻ അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നേഹ, നിന്റെ വയറ്റിൽ വളരുന്നത് എൻ്റെ കുഞ്ഞാണ്. നീ എനിക്ക് വഴങ്ങണം. ഇല്ലെങ്കിൽ ഞാൻ ഈ വിവരം ഫോട്ടോകൾ സഹിതം ആദിക്ക് അയച്ചു കൊടുക്കും. നിന്റെ കുടുംബം തകരും. വിനയ്, പ്ലീസ് എന്നെ വിടും. നിനക്ക് പണം വേണോ? ഞാൻ തരാം. നേഹ കെഞ്ചി. അവൾ തൻ്റെ സ്വർണ്ണവളകളും പണങ്ങളും പലപ്പോഴായി വിനയന് നൽകി. പക്ഷെ അവൻ്റെ ആഗ്രഹം ശാരീരികമായിരുന്നു. ഗർഭിണിയായ നേഹയെ അവൻ വീണ്ടും വീണ്ടും ചൂഷണം ചെയ്തു. തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ അവൾ ആ നരകം സഹിച്ചു. ഓരോ തവണ വിനയ് വരുമ്പോഴും അവൾ ബാത്റൂമിൽ പോയി പൊട്ടിക്കരഞ്ഞു. സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്നു എന്ന കുറ്റബോധം അവളെ വേട്ടയാടി. ഒരു ദിവസം രാത്രി ആദി പെട്ടെന്ന് വീട്ടിലെത്തിയപ്പോൾ നേഹ ഫോണിൽ വിനയനോട് തർക്കിക്കുന്നത് കേട്ടു. ഇനി എനിക്ക് നിന്നെ കാണാൻ വയ്യ വിനയ്. നീ എന്നെ ഇത്രയും ദ്രോഹിച്ചില്ലേ? എൻ്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും എന്നെ സമാധാനമായി ജീവിക്കാൻ വിടൂ. ആദ്യ വാതുക്കൾ സ്തംഭിച്ചു നിന്നു. അവൻ പതുക്കെ അകത്തേക്ക് വന്നു. നേഹ പേടിച്ച് ഫോൺ താഴേക്കിട്ടു. ആദിയുടെ മുഖം വിളറി വെളുത്തിരുന്നു. ആരുടെ കുഞ്ഞാണ് നേഹ നിന്റെ വയറ്റിൽ? വിനയൻ്റേതോ? ആദിയുടെ ശബ്ദം പരുക്കനായിരുന്നു. നേഹ മുട്ടിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. അവളെല്ലാം തുറന്നു പറഞ്ഞു. മാലതി ആൻറ്റി പറഞ്ഞ കാര്യങ്ങളും ആദിയുടെ വിഷാദം മാറ്റാൻ താൻ ചെയ്ത വലിയ തെറ്റും വിനയൻ്റെ ഭീഷണിയുമെല്ലാം. എന്നെ കൊന്നുകളയൂ ആദി. ഞാനൊരു പാപിയാണ്. പക്ഷേ നിനക്കൊരു കുഞ്ഞ് വേണമെന്നത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ആദ്യം ഒന്നും മിണ്ടാതെ വീടിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ തൻ്റെ കാർ വേഗത്തിൽ ഓടിച്ച് വിനയൻ്റെ അടുത്തേക്ക് പോയി. വിനയനെ തല്ലിച്ചതച്ച ആദി അവനെ താക്കീത് ചെയ്തു. ഇനി എൻ്റെ നേഹയുടെ നിഴൽ പോലും നീ കാണരുത്. നിന്റെ കുഞ്ഞല്ല ഇത്. ഇത് എൻ്റെ കുഞ്ഞാണ്. ഇനിയെങ്ങാനും നിന്റെ ശല്യം അവൾക്കുണ്ടായാൽ പിന്നെ നിന്നെ ഞാൻ ജീവനോടെ വയ്ക്കില്ല. വിനയ് ഭയന്ന് ഇനി ഒരിക്കലും നേഹയെ ശല്യപ്പെടുത്തില്ല എന്ന് വാക്കുകൊടുത്തു. 3 ദിവസങ്ങൾക്ക് ശേഷം ആദി വീട്ടിൽ മടങ്ങിയെത്തി. നേഹ ഒരു മൂലയിൽ ആഹാരം പോലും കഴിക്കാതെ തളർന്നിരിക്കുകയായിരുന്നു. ആദി അവളുടെ അരികിൽ ചെന്നിരുന്നു. നേഹ, നീ ചെയ്തത് തെറ്റാണ്, വലിയ തെറ്റ്. പക്ഷേ അതിനു പിന്നിലെ നിന്റെ വേദന എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ കുറവ് നിനക്കൊരു ബാധ്യതയായപ്പോൾ നീ നിസ്സഹായയായിപ്പോയി. ആ വിനയ് ഒരു ചെകുത്താനാണ്. അവൻ നിന്നെ ചതിക്കുകയായിരുന്നു. നേഹ ആദിയുടെ കാലുകളിൽ പിടിച്ചു. ആദി, എന്നോട് ക്ഷമിക്ക്. ഞാൻ ഇങ്ങോട്ട് വരില്ലെന്ന് കരുതി. നമ്മുടെ കുഞ്ഞിന് വേണ്ടി ഞാൻ വരും നേഹ. ഇത് വിനയൻ്റെ കുഞ്ഞല്ല, ഞാനാണ് ഇതിൻ്റെ അച്ഛൻ. ഞാൻ ഈ കുഞ്ഞിനെ എൻ്റെ നെഞ്ചോട് ചേർത്ത് വളർത്തും. ലോകം ഒരിക്കലും ഈ സത്യം അറിയാൻ പാടില്ല. നമ്മൾ പുതിയൊരു നഗരത്തിലേക്ക് മാറും. അവിടെ നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം. ആദ്യം അവളോട് പറഞ്ഞു. നേഹയ്ക്കത് വിശ്വസിക്കാനായില്ല. ഇത്രയും വലിയൊരു ചതി ചെയ്തിട്ടും തന്നെ സ്വീകരിക്കാൻ തയ്യാറായ ആദിയുടെ സ്നേഹത്തിന് മുന്നിൽ അവൾ വിറങ്ങലിച്ചു നിന്നു. മാസങ്ങൾക്ക് ശേഷം അവർക്ക് ഒരാൺകുഞ്ഞ് പിറന്നു. ആ കുഞ്ഞിനെ കൈകളിലെടുക്കുമ്പോൾ ആദിയുടെ കണ്ണുകളിലൊരു അച്ഛൻ്റെ തിളക്കമുണ്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ ഓരോ ചലനത്തിലും അവൻ തൻ്റെ സ്നേഹം കണ്ടെത്തി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.